നല്ല മധുരമുള്ള കൈതച്ചക്ക ലഭിക്കാൻ മൗറീഷ്യസ് ഇനം തിരഞ്ഞെടുക്കുക. വാഴക്കുളം പൈനാപ്പിൾ എന്നാണ് ഇത് സാധാരണയായി അറിയപ്പെടുന്നത്. കൈതച്ചക്കയുടെ ചുവട്ടിൽ നിന്നുണ്ടാകുന്ന കന്നുകൾ നടാനായി ഉപയോഗിക്കാം. ആരോഗ്യമുള്ള കന്നുകൾ നോക്കി തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തൈകൾ തമ്മിൽ കൃത്യമായ അകലം പാലിച്ചു വേണം നടാൻ. വെള്ളം കെട്ടിക്കിടക്കാത്ത രീതിയിൽ തടമെടുക്കുന്നത് വളർച്ച വേഗത്തിലാക്കാൻ സഹായിക്കും. കൈതച്ചക്കയ്ക്ക് ധാരാളം സൂര്യപ്രകാശം ആവശ്യമാണ്. റബ്ബർ തോട്ടങ്ങളിലെ ഇടവിളയായോ നേരിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്തോ ഇവ നടാവുന്നതാണ്. ചാണകപ്പൊടിയും കമ്പോസ്റ്റും ജൈവവളമായി നൽകാം. കായ്കൾക്ക് വലിപ്പവും മധുരവും കൂടാൻ പൊട്ടാഷ് വളങ്ങൾ നൽകുന്നത് ഗുണകരമാണ്. ചെടിക്ക് ചുറ്റുമുള്ള കളകൾ കൃത്യമായി നീക്കം ചെയ്യുക. ഇത് വളം നേരിട്ട് ചെടിക്ക് ലഭിക്കാനും രോഗങ്ങൾ തടയാനും സഹായിക്കും. എല്ലാ ചെടികളും ഒരേ സമയം പൂവിടാൻ പ്രത്യേക വിദ്യകൾ ഉപയോഗിക്കാം. ഇത് കൃത്യമായ വിളവെടുപ്പ് ഉറപ്പാക്കാൻ കർഷകരെ സഹായിക്കുന്നു. കൈതച്ചക്ക പാകമാകുമ്പോൾ വെയിൽ തട്ടി നിറം മങ്ങാതിരിക്കാൻ ഉണങ്ങിയ പുല്ലുകൊണ്ട് പൊതിയുന്നത് നല്ലൊരു രീതിയാണ്. വേനൽക്കാലത്ത് കൃത്യമായി നനയ്ക്കുന്നത് കൈതച്ചക്കയുടെ വലിപ്പം കൂടാൻ സഹായിക്കും. എന്നാൽ ചെടിയുടെ തണ്ടിൽ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം. പകുതിയധികം മഞ്ഞ നിറമാകുമ്പോൾ വിളവെടുക്കാം. ശരിയായ പരിചരണയിലൂടെ മികച്ച ആദായം നേടാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യൂ.